ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ അന്തർവാഹിനിയാണ് അരിതമൻ. അത് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. അരിതമൻ എന്ന വാക്കിന്റെ അർത്ഥം ശത്രുവിനെ ഇല്ലാതാക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അരിഹന്ത്, അരിഘാത് തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ ആദ്യ രണ്ട് ഈ അന്തർവാഹിനികൾ. എന്താണ് ഈ രണ്ടിൽ നിന്നും ഈ അരിധമനെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത്? ഇന്ത്യയുടെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ അന്തർവാഹിനിയാണ് ഈ പറഞ്ഞ INS അരിധമൻ. നമ്മൾ സ്വന്തമായിട്ട് അല്ലാത്ത അന്തർവാഹിനികൾ, പിന്നെ പരമ്പരാഗത രീതിയിലുള്ള ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ INS അരിധമൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. അതൊരു അധികം ഡീറ്റെയിൽസ് ഒന്നും വെളിപ്പെടുത്താത്ത രീതിയിലാണ് ചെയ്തത്. അതിൻ്റെ ഫോട്ടോയൊന്നും പുറത്തു വിട്ടിട്ടില്ല. കാരണം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നാവിക യാനമാണ് ഒരു അന്തർവാഹിനി എന്ന് പറയുന്നത്. ഇപ്പം ഇത് അരിഹന്ത് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു അന്തർവാഹിനിയാണ്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ INS അരിഹന്ത് 2016, INS അരിഘാത് 2024 കമ്മീഷൻ ചെയ്തിരുന്നു. അങ്ങനെ രണ്ടെണ്ണം കമ്മീഷൻ ചെയ്തു. ഈ INS അരിധമൻ സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കപ്പല് മുങ്ങിക്കപ്പല് പണിഞ്ഞിറങ്ങി അത് കടലിൽ വിവിധ രീതിയിലുള്ള അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിലേക്ക് വെപ്പൺസ് ഇൻ്റഗ്രേഷൻ നടന്നു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് അത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് മാറുന്നത്. ഇത് കൂടാതെ ഇനിയും നാലാമതൊരെണ്ണം കൂടി ഇപ്പോൾ INS അരിസുധൻ എന്ന് പറയുന്ന ഒരു അന്തർവാഹിനി കൂടി ഇപ്പോൾ സീ ട്രയലുകളൊക്കെ നടത്തി അത് മിക്കവാറും പൂർത്തിയാകാൻ പോവുകയാണ്. അടുത്ത വർഷം ആദ്യം അത് ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് കമ്മീഷൻ ചെയ്യും. അതിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞു. അതിപ്പം കടലിൽ അഭ്യാസങ്ങൾ നടത്തുന്നു, വെപ്പൺസ് ഇൻ്റഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചല്ലോ ഇതിനകത്തിൽ ഈ INS അരിഹന്തിൻ്റെയും INS അരിഘാതിനെയും അപേക്ഷിച്ച് INS അരിധമൻ്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടും 6000 ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള മുങ്ങിക്കപ്പലുകളാണ്. അതായത് ഭാരം 6000 ടണ്ണാണ്. എത്രമാത്രം വെള്ളം അത് ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ വെയിറ്റ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഈ INS അരിധമൻ അതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. 7000 ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതാണ്. ഇനി വരാനിരിക്കുന്ന അരിസുധനും 7000 ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ളതാണ്. അതായത് ആദ്യത്തെ രണ്ട് മുങ്ങിക്കപ്പലുകളേക്കാൾ വലുതാണ് ഇപ്പോൾ ഈ രണ്ടെണ്ണവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ INS അരിഹന്തിലും അരിഘാതിലുമൊക്കെ ഏതാണ്ട് 12 K-15 മിസൈൽ. K-15 എന്ന് പറയുന്നത് മുങ്ങിക്കപ്പലിൽ നിന്നും വിട്ടയക്കാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലാണ് കരയിലേക്ക്. അതിൻ്റെ ദൂരപരിധി 750 മുതൽ 1500 കിലോമീറ്റർ വരെ. അതിലെ പേലോഡിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ ദൂരം വ്യത്യാസപ്പെടാം. മാക്സിമം പേലോഡ് ആണെങ്കിൽ 750, പേലോഡ് കുറച്ച് കുറവ്, അതായത് അതിൻ്റെ വാർഹെഡിൻ്റെ ഭാരം കുറച്ച് കുറവാണെങ്കിൽ 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനം വരെ തകർക്കാൻ ശേഷിയുള്ളതാണ് K-15 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. ഇതിനൊക്കെ നമ്മൾ ഈ നേവിക്കാർ പറയുന്നത് SSBN എന്നാണ്. അതായത് ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ. ഇതൊരു കപ്പലായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പക്ഷെ സബ്മേഴ്സിബിൾ ആണ്, അതായത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആണവ അന്തർവാഹിനികളുടെ പ്രത്യേകത. അതിന് എത്ര നാൾ വേണമെങ്കിലും വെള്ളത്തിനടിയിൽ കിടക്കാം. അതിലെ ഈ സാധനങ്ങൾ ഭക്ഷണ സ്റ്റോക്ക് തീരുന്നിടം വരെ അത് റീപ്ലനിഷ് ചെയ്യാൻ മാത്രം മുകളിലേക്ക് ഉയർന്നാൽ മതി. സാധാരണ ട്രഡീഷണൽ അന്തർവാഹിനികളൊക്കെ തന്നെ സ്നോർക്കൽ എന്ന് പറയുന്ന ഒരു കുഴല് പലപ്പോഴും മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ അങ്ങനല്ല. കൃത്രിമമായിട്ട് ഓക്സിജൻ സൃഷ്ടിക്കപ്പെടും. ഒരു രീതിയിൽ ഇതിൻ്റെ എൻജിൻ വർക്ക് ചെയ്യാനൊന്നും തന്നെ പ്രത്യേകിച്ച് ഓക്സിഡൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലൊക്കെ തന്നെ ഇത് ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകളാണ് ഇതിന് ഊർജം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ത്രസ്റ്റ് കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത്. 83 മെഗാവാട്ടിൻ്റെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചത് ആണ് ഈ അരിഹന്ത് ക്ലാസ്സിലെ ഇപ്പോഴത്തെ INS അരിധമന് ശക്തി പകരുന്നത്.
മുമ്പുള്ളതിന് ഇത്ര അധികം ശക്തി വേണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു റിയാക്ടറാണ്, ന്യൂക്ലിയർ റിയാക്ടറാണ് ഇതിന് ശക്തി കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പതുങ്ങി പിന്നെ മാസങ്ങളോളം കിടക്കാം. ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു തീരത്തുനിന്ന് ഒരു 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ മാറി കടലിന്റെ അടിത്തട്ടിനോട് ചേർന്ന് ഈ അന്തർവാഹിനി കിടന്നാൽ ആരും ഇത് അറിയത്തില്ല. ഇത് ശബ്ദം വളരെ കുറവാണ്. ഈ ഈ SSBN ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് സ്ട്രൈക്കിന് വേണ്ടിയിട്ടാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു അണ്വായുധം പ്രയോഗിച്ചെന്നിരിക്കട്ടെ, നമ്മുടെ പിന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ സെന്ററുകളൊക്കെ തകർക്കപ്പെട്ടു എന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ചൈന വിചാരിച്ചാൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അത് സംഭവിച്ചു എന്നിരിക്കട്ടെ, കരയിലുള്ള നമ്മുടെ മുഴുവൻ മിസൈലുകളും നമ്മുടെ അണ്വായുധങ്ങളും ഇല്ലാതാക്കിയാലും അണ്വായുധം ഘടിപ്പിച്ച, ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ 2 INS അരിഹന്തിനും അരിഘാതിനും 15 K-15 മിസൈലുകൾ അതിൽ ഘടിപ്പിക്കുക, അല്ലെങ്കിൽ 4 K-4 മിസൈൽ. K-4 മിസൈൽ എന്ന് പറയുന്നത് അതും ഒരു സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. 3500 കിലോമീറ്റർ റേഞ്ച് ഉള്ളതാണ്. അതായത് വളരെ ദൂരത്ത് നിന്നും ശത്രുവിനെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് K-5. ഇന്ത്യ K-4. ഇന്ത്യ ഇനിയിപ്പോൾ K-5ഉം K-6ഉം വികസിപ്പിക്കുകയാണ്. K-5 5500 തൊട്ട് 8000 കിലോമീറ്റർ വരെയും, K-6 10,000 കിലോമീറ്ററിന് മുകളിലും റേഞ്ചുള്ള SLBMs ആണ്, സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ്. അപ്പോൾ ഈ ഇപ്പം ആദ്യത്തെ 2 15 K-15 മാത്രമേ 12 തൊട്ട് 15 K-15 പറ്റുള്ളൂ. പക്ഷെ അരിധമൻ എന്ന് പറഞ്ഞ പേരായിട്ടുള്ള ഇന്നലെ ലോഞ്ച് ചെയ്ത ബാലിസ്റ്റിക് മിസൈൽ SSBN 24 K-15 മിസൈലുകൾ വഹിക്കാൻ പറ്റും. അതല്ലെങ്കിൽ 8 K-4 മിസൈലുകൾ. അപ്പോൾ അതിൻ്റെ അണ്വായുധം വഹിക്കാനുള്ള ശേഷി വളരെ അധികമാണ്. ആദ്യത്തെ 2 അന്തർവാഹിനികളെ അപേക്ഷിച്ച് അണ്വായുധം വഹിക്കാനുള്ള ശേഷി വളരെ വലുതാണ്. അപ്പോൾ തന്നെ ഈ ഒറ്റ ഒരു അന്തർവാഹിനി മതി പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് തകർക്കാൻ. INS അരിധമൻ എന്ന ഏറ്റവും പുതിയ നമ്മുടെ അന്തർവാഹിനിക്ക് 24 K-15 മിസൈലുകളോ അതല്ലെങ്കിൽ 8 K-4 മിസൈലുകളോ ഒരേപോലെ അതിന് സൂക്ഷിക്കാൻ പറ്റും. അതിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതായത് INS അരിധമൻ മാത്രം മതി 8 ആണവ ബോംബുകൾ, 8ലധികം ആണവ ബോംബുകൾ. കാരണം ഇപ്പം ഒരു MIRV ടെക്നോളജിയുള്ള ഒരു മിസൈലാണെങ്കിൽ ഒരു മിസൈൽ മതി നിരവധി സെന്ററുകൾ തകർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു പ്രഹരശേഷിയാണ്. ആ പ്രഹരശേഷി, അതാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന് അണുബോംബ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അണുബോംബ് കരയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ടാവണം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അഗ്നി 5, അഗ്നി 2, അല്ല അഗ്നി 4 ഇതുപോലുള്ള മിസൈലുകൾ, അതല്ലെങ്കിൽ അഗ്നി പ്രൈം. ഇനി അത് നമുക്ക് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയണം. അത് സുഖോയിൽ നിന്നൊക്കെ നമുക്ക് ഒരു അണുബോംബ് വിക്ഷേപിക്കാൻ പറ്റും. പക്ഷേ അതിനെയൊക്കെക്കാൾ പ്രധാനമാണ് ഈ അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന ഈ മിസൈലുകൾ, അണുബോംബ് പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇത് 3 ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരു രാജ്യം പൂർണ്ണമായിട്ടും അണുയുദ്ധത്തിന് സജ്ജമാണ് എന്ന് പറയണമെങ്കിൽ അതിന് ഈ 3 തരത്തിലുള്ള ആയുധങ്ങൾ വേണം. അതായത് കരയിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന അണ്വായുധം വഹിക്കുന്ന ICBM, ഇന്റർകോണ്ടിനെന്റൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് IRBM ഇതുപോലുള്ള മിസൈലുകൾ വേണം. ഇത്തരം ബോംബുകൾ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന വിമാനങ്ങൾ വേണം. അതുപോലെ തന്നെ അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലുകൾ വേണം. ഈ 3 എണ്ണവും ഇന്ത്യ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പരമ്പരാഗതമായിട്ട് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും അന്തർവാഹിനികളുടെ നിർമ്മാണത്തിൽ അല്പം പിറകിലായിരുന്നു. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ P-75, P-77 എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഇനി ഇപ്പം ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇപ്പം ഈ 2 ഇപ്പോൾ നിലവിൽ സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തർവാഹിനിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് പൂർണ്ണമായിട്ട് അരിസുധൻ പൂർണ്ണമായിട്ട് പ്രവർത്തന സജ്ജമായാൽ
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 4 പിന്നെ ഒരു പിന്നെ SSBNകൾ നിലവിൽ വരും. ഇനി നമ്മുടെ ലക്ഷ്യം SSN എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള അന്തർവാഹിനികൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ എന്ന് SSN എന്ന് പറയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയേക്കാൾ വളരെ പിറകിലായിരുന്നു. പക്ഷേ അത് അതിജീവിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം ഇപ്പം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ SSBNകൾ. അതുപോലെ തന്നെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന SSN എന്ന് പറയുന്ന അല്ലെങ്കിൽ SSGN എന്ന് പറഞ്ഞാൽ ഷിപ്പ് സബ്മേഴ്സിബിൾ ഗൈഡഡ് ന്യൂക്ലിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ SSGNകൾ ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ച് SSGNകൾ മുഖ്യമായിട്ടും ശത്രു രാജ്യത്ത് അണുബോംബ് വിക്ഷേപിക്കാനല്ല, നമ്മുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന, വിമാനവാഹിനി കപ്പലുകളെ ആക്രമിക്കാൻ വരുന്ന മറ്റു രാജ്യങ്ങളുടെ അന്തർവാഹിനികളെ തകർക്കാനുള്ള അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളാണ് SSGN. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 അന്തർവാഹിനികളായിരിക്കും. 4ാമതൊരെണ്ണം ബലിസ്റ്റിക് മിസൈൽ വഹിക്കേണ്ട ഒരു അന്തർവാഹിനി നമ്മൾ സീ ട്രയൽ നടത്താണ്. അത് ബലിസ്റ്റിക് മിസൈലുകളോടൊപ്പം ക്രൂയിസ് മിസൈലുകളും ചേർത്ത് SSGN ഷിപ്പ് സബ്മേഴ്സിബിൾ ഗൈഡഡ് ന്യൂക്ലിയർ എന്ന വിഭാഗത്തിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമം നടക്കുന്നുള്ളൂ. നമ്മൾ 6 SSN അന്തർവാഹിനികൾ, അതായത് ആക്രമണ അന്തർവാഹിനികൾ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നിർമ്മിക്കാനുള്ള തീരുമാനമുണ്ട്. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും 2032 ശേഷം മാത്രമേ അതിൻ്റെ സി ട്രയലുകൾ തുടങ്ങുകയുള്ളൂ. വീണ്ടും 1 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ പൂർണ്ണമായിട്ട് കമ്മീഷൻ ചെയ്യാനും പറ്റുള്ളൂ. അത് കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ ഈ SSBNലെ ഒരെണ്ണം 3 SSBNകളും ഒരു SSNുമാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മാത്രവുമല്ല, ഈ എയർ ഇൻഡിപെൻഡന്റ് ടെക്നോളജി എന്ന് പറയുന്ന ആധുനിക ടെക്നോളജി ഉള്ള 6 പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ശ്രമവും ഇന്ത്യ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ, അതായത് സൈമൾട്ടേനിയസിൽ ആയിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. ഇപ്പോഴുള്ള ഒരു വലിയ മെച്ചമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അന്തർവാഹിനികൾ, അത് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാകട്ടെ അല്ലാത്തതാകട്ടെ, അതെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് തൊട്ട് പിന്നെ കൊൽക്കത്തയിലെ ഷിപ്പ്യാർഡ്, വിശാഖപട്ടണം ഷിപ്പ്യാർഡ്, ഇവയെല്ലാം തന്നെ, ബോംബെയിലെ മസഗോൺ ഡോക്ക്, ഇവിടെ എല്ലാം തന്നെ ഈ അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ള അതായത് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉൾപ്പെടെയുള്ള അത്യന്താധുനിക മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക ശേഷി നമ്മൾ കൈവരിച്ചിരിക്കുന്നു. നമ്മൾ 2040 ആകുമ്പോഴേക്കും 40-ലധികം അന്തർവാഹിനികൾ, അതിൽ 20ഓളം എണ്ണം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിയും. നമ്മളെ സംബന്ധിച്ച് അമേരിക്കയുമായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട. അവർക്ക് 55 അന്തർവാഹിനികളുണ്ട്. അതെല്ലാം തന്നെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അമേരിക്കയെ പോലെ നമുക്ക് മറ്റു രാജ്യങ്ങളെ പോയി ആക്രമിക്കണം എന്നുള്ള, അതായത് ഈ പസഫിക്കോ അല്ലെ അറേബ്യൻ പസഫിക് ഓഷ്യൻ അങ്ങ് യൂറോപ്പും അമേരിക്ക ഒന്നും പിടിച്ചെടുക്കണമെന്നുള്ള ഒരാഗ്രഹമൊന്നും തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു 40 അന്തർവാഹിനികൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു സംഖ്യയാണ്. അത് വരുന്ന ഒരു 10-13 വർഷത്തിനുള്ളിൽ അത് നമുക്ക് സാധ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കയോടും ചൈനയോടും ഒപ്പമുള്ള ഒരു നാവിക ശക്തിയായിട്ട് മാറിക്കഴിയും. ഇപ്പോൾ തന്നെ യുദ്ധക്കപ്പലുകളുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് പല മേഖലകളിലും വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശരി, ഈ INS അരിധമന്റെ ഒരു കമ്മീഷനിങ്, അത് ഇന്ത്യയുടെ നാവിക ചരിത്രത്തിൽ തന്നെ അതൊരു വലിയ നേട്ടമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം അന്തർവാഹിനികൾ നമ്മുടെ നാവികസേനയുടെ ഭാഗമാകുന്നു. അതനുസരിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.